എളുപ്പമായിരുന്നോ? അപ്പൊ ഇന്ന് തൊട്ട് നിങ്ങളുടെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യം പറയാനുണ്ട്. നിങ്ങൾ കുട്ടി ബോസ് എന്ന റിയാലിറ്റി ഷോയിനെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ. ഇത്തവണ നമ്മുടെ സ്കൂളിൽ നിന്ന് കുറച്ച് പേരെ സെലക്ട് ചെയ്ത് അയക്കുന്നുണ്ട്. ഈ വെക്കേഷൻ ഫുള്ളും ആ ഒരു മത്സരത്തിലായിരിക്കും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പേര് തരാം. നിങ്ങൾക്ക് വേണ്ടി ഒരു മത്സരം നടത്തുന്നുണ്ട്. ആ മത്സരത്തിൽ വിജയിച്ചാൽ മാത്രമേ ഇതിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ പലതരത്തിലുള്ള കഴിവുകളുള്ള കുട്ടികളാണ്. അപ്പോൾ നിങ്ങളുടെ കഴിവ് തെളിയിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഏതൊക്കെ ഇനത്തിൽ പങ്കെടുക്കണമെന്ന് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. പിന്നെ ആഫ്റ്റർനൂൺ ബാച്ചിനും സെയിം മത്സരം ഉണ്ടായിരിക്കും. അപ്പോൾ റിസൾട്ട് വരാൻ ഇന്ന് രാത്രിയാവും. അപ്പോൾ സെലക്റ്റായ എല്ലാവരുടെ വീട്ടിലോട്ടും വിളിച്ചു പറയും. അപ്പോൾ ഉടൻ തന്നെ എല്ലാവരും പോകാൻ റെഡി ആയിരിക്കണം. പിന്നെ നിങ്ങൾ പരസ്പരം ഒന്നും ഷെയർ ചെയ്യാൻ പാടില്ല. നിങ്ങൾ മത്സരത്തിലുണ്ടോ ഇല്ലയോ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. കേട്ടല്ലോ? കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. എല്ലാം നിങ്ങളെ അറിയിക്കും. ഈ മത്സരത്തിൽ നിങ്ങൾ വിജയിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കുറേ നാളത്തെ സ്റ്റഡീസ് എല്ലാം ഫ്രീ ആയിരിക്കും. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പിന്നീട് പഠിക്കാൻ പറ്റും. പിന്നെ അത് കൂടാണ്ട് 10 lakh rupees നിങ്ങൾക്ക് വെറുതെ കിട്ടും. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പങ്കെടുക്കുക, വിജയിക്കുക. വിന്നറാവുന്ന ആൾക്ക് മാത്രമേ ഇതുണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല കോമ്പറ്റീഷൻ ഉണ്ടാവും. താല്പര്യമുണ്ടെങ്കിൽ പേര് തന്നിട്ട് പോവുക. ഓക്കെ ഓക്കെ സ്റ്റുഡൻസ്. എന്റെ ചേട്ടാ, പിള്ളേര് നിലത്തൊന്നും അല്ല. കുട്ടി ബോസ് പോണെന്ന് പറഞ്ഞ് ഭയങ്കര എക്സൈറ്റ്മെന്റിലാ. ആഹാ, അതിന് സെലക്ട് ആവണ്ടേ? എങ്കിലല്ലേ പോകാൻ പറ്റൂ. ഇപ്പൊ തന്നെ സെലക്ട് ആയ പോലെ തന്നെയാ അവരുടെ സംസാരമൊക്കെ. മക്കളുടെ ഒരു കോൺഫിഡൻസേ. അല്ല ചേട്ടാ, സെലക്ട് ആയ വിടണോ നമ്മള്? ഇത്രയും ദിവസം എങ്ങനെയാ മക്കളെ പിരിഞ്ഞിരിക്കുക? എന്താ എന്തിനാ ഈ പറയണേ? എന്തായാലും മക്കളെ വിടണം. നമുക്കും ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി ഒന്നും കിട്ടിയിട്ടില്ല. മക്കളെങ്കിലും അടിച്ചു പൊളിക്കട്ടെ അങ്ങോട്ട്. എന്നാലും ചേട്ടാ, പിള്ളേര് ഇത്രയും ദിവസമൊക്കെ പിരിഞ്ഞിരിക്കാന്ന് വെച്ചാ. എനിക്ക് ആ വിഷമമൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ടി വിയിൽ ലൈവായിട്ട് കാണാമല്ലോ അവർ എന്താ ചെയ്യണേന്നൊക്കെ. ആദ്യം സെലക്ട് ആവുമെന്ന് നോക്കട്ടെ, എന്നിട്ടാ ബാക്കി. അമ്മേ, അച്ഛാ. എന്താ പറയൂ, എന്താ വിശേഷം? അതോ അച്ഛാ, പറയാങ്ങോട്ട്. അച്ഛാ, അമ്മേ. ആഹാ, രണ്ടുപേരും ഉണ്ടല്ലോ. എന്താ മക്കളെ? അതോ അതെ അച്ഛാ. കുറെ നേരമായല്ലോ രണ്ടും കൂടി. എന്താ കാര്യം? ഞാൻ പറയാം ചേച്ചി. അച്ഛാ, അച്ഛന് വല്ല കോളം വന്നോ അച്ഛാ? ഇല്ലല്ലോടാ. എന്തേ? സെലക്ട് ആയെങ്കിൽ വിളിച്ചു പറയാന്നല്ലേ പറഞ്ഞേ. ഇതുവരെ ഒന്നും അറിഞ്ഞില്ലല്ലോ. അതൊക്കെ വിളിച്ചോളും മക്കളെ. നിങ്ങൾ എന്തിനാ ഇത്ര ടെൻഷനാണ്? ടെൻഷനാകാമേ, സന്തോഷം. ആദ്യം സെലക്ട് ആവട്ടെ, എന്നിട്ട് മതി കേട്ടോ. ശരിയല്ലേ അമ്മേ? ഹലോ, ഗുഡ് ഈവനിങ് മിസ്സേ. ആണോ? ഓ കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ എന്തായാലും വിടാൻ തന്നെ ഇരിക്കുക. ഓക്കെ മിസ്സേ, ഓക്കെ. ഇത് കേട്ടാ പിള്ളേര് സന്തോഷിക്കും. താങ്ക് യു മിസ്സേ, താങ്ക് യു. എന്താ ഇവര്? ആരെ വിളിച്ചേ? ആരാന്നറിഞ്ഞ മക്കളെ ഞെട്ടു. നിങ്ങളുടെ മിസ്സാ വിളിച്ചേ. ഇവര് സെലക്ട് ആയിട്ടുണ്ട്. നാളെ തന്നെ പുറപ്പെടണോ? ശരിക്കാണോ? അതെ, ശരിക്കും. എന്നാ മക്കളെ, സന്തോഷായില്ലേ? നല്ല സന്തോഷം. കൺഗ്രാജുലേഷൻ മക്കളെ. താങ്ക് യു അച്ഛാ. മക്കളെ, നിങ്ങൾ പോയി ജയിച്ചു വരണം കേട്ടോ. അതെ, നല്ലോണം പെർഫോം ചെയ്യണം. ഓക്കെ? ഹലോ ചേച്ചി, ഇനി എങ്ങനെ റിസൾട്ട് മാറിപ്പോയെന്ന് പറയാൻ വിളിക്കണോ? ഒന്ന് പോടി, ഒന്ന് പോസിറ്റീവായി ചിന്തിക്കും. ആന്റി, എന്തുണ്ട് വിശേഷം? ഓ ആണല്ലേ. ആഹാ, ഇവര് സെലക്ട് ആയി. ഓഹോ, വരാൻ പറ്റില്ലേ? ഒരുമിച്ച് വിടാനോ? ഓക്കെ. ഒരു കുഴപ്പമില്ല. ഒരുമിച്ച് പോട്ടെ. നാളെ ഞങ്ങൾ വന്ന് പിക്ക് ചെയ്തോളാം. ഓക്കെ, ശരി. ആരമ്മ വിളിക്കാ? വാസുവിൻ്റെ അമ്മമ്മ. വാസു മത്സരത്തിൽ സെലക്ട് ആയിട്ടുണ്ട്. അപ്പോൾ വാസുവിൻ്റെ വീട്ടിൽ പപ്പ ഇറങ്ങിയ വിഷയമാണ്. പപ്പ അറിയാണ്ട് അവനെ മത്സരത്തിൽ വിടാനുള്ള പരിപാടിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ കൂടെ വിടട്ടേന്ന് ചോദിച്ചു. അവർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞു നിങ്ങൾ 3 കൂടി ഒരുമിച്ച് വന്നാൽ മതി, പക്ഷെ വേറെ ആരോടും പറയരുതെന്ന്. ഹായ്, വാസുണ്ടോ? അപ്പോൾ ഉണ്ട്. നിങ്ങൾ ഒരുമിച്ച് പോയാൽ മതി കേട്ടോ. നാളെ എയർപോർട്ടിൽ കൊണ്ടുവിടും. നിങ്ങൾ അവിടെ നിന്ന് ഒരുമിച്ച് അങ്ങോട്ട് പോകണം. കേട്ടല്ലോ? ഹായ്, സൂപ്പർ. സന്തോഷായില്ലേ? എന്നാ ചെല്ല്, ഒരുക്കങ്ങളൊക്കെ തുടങ്ങും. അല്ല, വാസി ഇങ്ങോട്ട് വരുമോ? ഇല്ല, നമ്മൾ പോകുന്ന വഴിക്ക് അവനെ അവിടെ നിന്ന് പിക്ക് ചെയ്യണം. അവൻ്റെ പപ്പ രാവിലെ ഓഫീസിൽ പോകും. അത് കഴിഞ്ഞിട്ട് അവരെന്തോ സമ്മർ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ അയക്കുന്നേ.
അത് നമ്മുടെ വായിന്ന് കുട്ടി ബോസിന് ചാടരുതെന്ന് അമ്മമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഓഹോ, ഈ കാലത്ത് ഇത്ര സ്ട്രിക്റ്റ് ആയി കുറച്ച് പാടാണ്. എന്നാലും നുണ പറഞ്ഞൊക്കെ പോകുന്നത് അത്ര നല്ല കാര്യമല്ല. നുണയൊന്നുമല്ല ചേട്ടാ, അവന് സമ്മർ ക്യാമ്പിൽ തന്നെയല്ലേ വിടുന്നേ. പിന്നെ ആണെങ്കിൽ അവന്റെ അമ്മൂമ്മയാണല്ലോ വിടുന്നേ. ഇതിൽ ഇത്ര വലിയ കാര്യമൊന്നുമില്ല. മക്കളൊക്കെ പോയി അടിച്ചു കുടിക്കട്ടെ. ഈ കാറിന്റെ മേൽക്കൂര എന്തിയെ? അത് വേണമെങ്കിൽ ഇടാടാ, വേണമെങ്കിൽ എടുത്ത് മാറ്റാം. അപ്പൊ ഈ മഴയൊക്കെ പെയ്താ നമ്മൾ നനയോ? ഇല്ലടാ, കുറച്ച് കാറ്റ് പഠിച്ചൊക്കെ കിട്ടണ്ടേ, അതിനുവേണ്ടി ഇപ്പൊ എടുത്ത് വെച്ചേക്കോ. എവിടെയാ അങ്കിളെ? വീട്ടിലാണോ വെച്ചേക്കണേ? അല്ലടാ, ഒരു തുച്ചിട്ടാ മതി, അത് വരും. ആ അങ്ങനെ കാലം പോയ ഓക്കേ. ചവിട്ടി വീടാങ്കിളെ അങ്ങോട്ട്. ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റാ. ഓടുന്ന ഭാഗ്യം. അച്ഛനെന്തായാലും കമ്പനിയായി. അതെ അതെ, രണ്ടും കൂടി ഇരുന്ന് തള്ളിക്കോളും. വണ്ടി കേടായാലും ഇവരുടെ തള്ളുകൊണ്ട് നമ്മളെ എത്തിക്കോളും. മക്കളെ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഉണ്ടമ്മ, എല്ലാം അതുപോലെ ചെയ്തോളാം. എന്താ ആന്റി, ചേച്ചാ വലിയ കുരുട്ടുമുത്തി ഉപദേശിച്ചോ? ഇവരെക്കൊണ്ട് ഞാൻ തോറ്റല്ലോ. അതൊന്നല്ലടാ, നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. എയർപോർട്ടിലാണെങ്കിൽ എന്താവശ്യമാണെങ്കിലും അപ്പം തന്നെ ഫോൺ വിളിക്കണം കേട്ടോ. ഒന്നും പേടിക്കണ്ട കേട്ടോ. എനിക്ക് കൊള്ളമാതിയ പേടി അല്ല കൂട്ടങ്ങൾ. അതെന്താടാ അങ്ങനെ? അയ്യോ, ഞാൻ വെറുതെ പറഞ്ഞ ആന്റി. ഇതൊക്കെ ചങ്കല്ലേ, ഞാൻ നോക്കിക്കോളാം. മോനുള്ളതാ ഒരാശ്വാസം. അതെ അതെ ആന്റി, അങ്കിളെ അമ്മൂമ്മനെ നോക്കിക്കോണോട്ടാ. അത് ഞങ്ങൾ ഏറ്റടാ. പിന്നല്ല. അങ്കിളെ, പിന്നെ എൻ്റെ അമ്മൂമ്മയ്ക്ക് ആഴ്ചയിൽ ഒരിക്കലും ഒരു കപ്പലിൻ്റെ മിഠായി വാങ്ങി കൊടുക്കണം കേട്ടോ. ഞാനാ വാങ്ങി കൊടുക്കാറ്. ഇപ്പം ഞാനില്ലല്ലോ. അപ്പം അമ്മൂമ്മയെ നിങ്ങൾ വേണം നോക്കാൻ കേട്ടോ. ഓക്കെ മോനെ, ഒന്നും പേടിക്കണ്ട. എത്തി നമ്മള്. ഹായ് ചേച്ചി, എനിക്ക് ചെറിയൊരു പേടിയുണ്ട് കേട്ടോ. എന്തിനാണ് പേടിക്കുന്നത്? എടാ, ഞാൻ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നേ. ഇതൊക്കെ സിമ്പിൾ അല്ലേ, സിമ്പിൾ. അത് നീ മുമ്പ് കയറിയിട്ടുണ്ടോ? ഇല്ല, ആകാശത്തോട് പോകാൻ കണ്ടിട്ടുണ്ട്. അതിന്റെ കോൺഫിഡൻസാ. ഫ്ലൈറ്റ് ഫ്ലൈറ്റ്. പിന്നെ നീ എന്താ വിചാരിച്ചേ? റോട്ടിൽ കൂടെ ഓടിച്ചടിക്കാനാ? എടാ, ഇത്ര വലിപ്പമാണെന്ന് ഞാൻ വിചാരിച്ചോ. നടക്കങ്ങോട്ട്, സമയം പോകും. ഫ്ലൈറ്റ് വന്നി. എടി കൈ കാണിക്കടി, കൈ പൊക്കി കാണിക്കുക. എങ്കിലും അവിടെ നിർത്തോളൂ, ഇല്ലേ നിർത്തൂല. പൊക്കി നീ ആളെ കയറാനാണെന്ന് വിളിച്ചു പറ. ആളെ കയറാനുണ്ടേ. അല്ല, നീ എന്താ പൊക്കി വിളിച്ചു പറയാത്തെ? അത് പിന്നെ എല്ലാരും കൂടി കിടന്ന് കാറി പോകണ്ടല്ലോ, ഒരാൾ പറഞ്ഞാ പോരെ. ഇനിയിപ്പൊ നിനക്ക് നിർബന്ധാണെങ്കിൽ ആളെ കയറാനുണ്ടേ, നിർത്തേ. രണ്ടും കൂടി മനുഷ്യരായിട്ട് മാറ്റിക്കും. മണ്ടി കഴിഞ്ഞ. എടി പാറു, കൈ താട്ടിയിടി, നാളെടുത്തല്ലേ. അപ്പൊ അങ്ങനെയൊന്നും വിളിക്കണ്ടായിരുന്നോ ചേച്ചി? ഇല്ലടി, അത് നാണക്കേടാ. പോ വന്നപ്പോ തന്നെ ഒരു പണിയെടുത്ത സുഖം. അതെ മാളി ചേച്ചി, നമ്മുടെ ലഗേജൊക്കെ എന്താ അവരെ എടുത്തോണ്ട് പോകുന്നേ? എടാ, അതവരെ കൊണ്ടുപോക്കോളും. നമ്മളവിടെ ചെല്ലുമ്പോ അവിടെ എത്തിക്കും. അയ്യോ, എന്നാ സർവീസ് ആണേ. പൊളി. ചേട്ടാ ഡൽഹിക്കുള്ള ഫ്ലൈറ്റ് പോയോ? എടാ വാസ് മിണ്ടായിട്ടിരിക്കടാ ഒന്ന്. അത് ഈ ചെറുക്ക നാണം കിടക്കും നമ്മളെ. എന്നാ വലിയ ക്യൂ ഇത്? ഇതൊക്കെ കഴിയുമ്പോ ഫ്ലൈറ്റ് അതിന്റെ പാട്ടിന് പോകും. പാട്ടിനല്ലടാ, ഡാൻസിന്. എടാ, നമുക്ക് ക്യൂ ഒന്നും നിൽക്കണ്ട, നമ്മൾ ഓൺലൈനില്ല സെറ്റാ. നമ്മൾ ടെർമിനൽ 10 തന്നെയാണോ? അതേടാ. അയ്യോ, എങ്ങാനും മാറിപ്പോയാലോ? മാറിപ്പോയാ വേറെ ഏതെങ്കിലും രാജ്യത്ത് പോകാടി. വേറെ രാജ്യമോ? ഏത്? ദുബായിലൊക്കെ പോകാടി നമുക്ക്. എനിക്ക് പേടിയാണ്. എന്തിനാണ് പേടിക്കുന്നത്? അതിനെനിക്ക് അറബി അറിയില്ലല്ലോ. അത് നമ്മളൊക്കെ ഇല്ലേ അങ്ങോട്ട്. ഈ വാസച്ചായം പറയാൻ നീ അങ്ങ് കേട്ടാ മതി. അസ്സലാമു അലൈക്കും. വാ അലൈക്കും ഉസ്സലാം. മതി. അയ്യോ, നിനക്ക് ഇത്രയൊക്കെ അറിയാവോ? പിന്നെ അല്ല. വാ അടിച്ച് മിണ്ടാണ്ട് പോയാൽ നിങ്ങൾക്ക് കൊള്ളാം. ഇല്ല, നിങ്ങളെ വിട്ടിട്ട് ഞാൻ പോകും കേട്ടില്ല. വിട്ടോ. എടി വാടി, അതാ നല്ലത്. ഹലോ. ഇത്രയും ദൂരം നടക്കണം. എടാ, ദാ വരുന്ന ബസ്സിൽ കയറി പോകണം നമ്മളിനി. എനിക്ക് പേടിയാണ് ചേച്ചി. ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് പേടിയാണ്. ഞാൻ നിന്നെ വിമാനം പിടിച്ച് കടിച്ച. ചേച്ചി അപ്പുറത്തെ സീറ്റിലായിപ്പോയോ? ആടാ, എന്നാ പറയാനാ. ആടാ, എനിക്ക് വിൻഡോ സീറ്റ് തരോടാ പ്ലീസ്. എടാ പ്ലീസ്. ഇല്ലടി, ഞാൻ തരൂല. എന്ത് പറഞ്ഞാലും തരൂല കേട്ടില്ല. പ്ലീസ് എടാ, എനിക്ക് അതവിടെ ഇരുന്നാലേ പറ്റുള്ളൂടാ. ഇല്ലെങ്കിൽ ഞാൻ ഛർദ്ദിക്കൂടാ. ഇതാകുമ്പോൾ എനിക്ക് ഡോറ് തുറന്നിട്ട് ഛർദ്ദിക്കാലോ. ഓഹോ, ഈ പെണ്ണ് നാട്ടിക്ക്. എപ്പറായിരുന്ന അടി, നീ സീറ്റ് ബെൽറ്റ് കേട്ടോ? ഇട്ടിട്ട് അതെന്തിനാണ് നമുക്ക് പഞ്ഞി കൊണ്ടെത്തുന്നത്? അതോ, അതെ ചെവി വെക്കാനടി. എല്ലാം പറ്റിയാ കുറച്ച് കഴിയുമ്പോൾ എടുത്ത് മൂക്കിലും വെക്കും. പിന്നെ നീ എങ്ങാനും ജയിക്കുവാണെങ്കിൽ ഈ ക്യാഷ് കൊണ്ട് നീ എന്ത് ചെയ്യും? എടി, എനിക്ക് ഒറ്റ ദേശമാണ്. മേശിനെ കെട്ടി സുഖമായിട്ട് ജീവിക്കണം. അതിന് കാശ് വേണം, കാശ്. അതിനല്ലേ പഠിച്ച് ജോലിയൊക്കെ വാങ്ങുന്നേ. എടി, എത്ര വേഗം കട്ടണമെങ്കിൽ അത്ര വേഗം
മാഷ് വേണം. അതിന് ഇതേ മാർഗുള്ളൂ. എന്ത് മാർഗേലും ജയിച്ചേ പറ്റൂ. ഞാനും എന്റെ മേഴ്സി. വളരെ മികച്ചൊരു തീരുമാനം. പിന്നെ അല്ലാണ്ട് നിങ്ങളെ ഭാവി ശൂന്യമാണെന്നാണ് വിചാരം. പൊന്നോ അല്ല. ഫ്ലൈറ്റ് എടുക്കാൻ പോകണം. വെൽക്കം ടു മിനി ബസ് ഷോ. എല്ലാവർക്കും മിനി ബസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മിനി ബസ്സിന്റെ ആദ്യ അധ്യായം തുടങ്ങുകയാണ്. പ്രേക്ഷകരെ ചിരിപ്പിക്കുവാനും രസിപ്പിക്കുവാനും മുൾമുനയിൽ നിർത്തുവാനും അവർ വരുന്നു. നമ്മുടെ കൂട്ടുകാർ മിനി ബസ്സിന്റെ വിന്നറാരാണെന്ന് നമ്മൾ തിരഞ്ഞെടുക്കും. ഞാൻ അധികം മത്സ്യം നീട്ടുന്നില്ല. ഉടനെ നമുക്ക് നമ്മുടെ മത്സരാർത്ഥികളെ വിളിക്കാം. മിനി ബോസിലെ ആദ്യത്തെ കണ്ടസ്റ്റന്റിനെ വിളിക്കാം. പാർവതി ആൻഡ് മാളവിക. രണ്ടും ഒരു വീട്ടിൽ നിന്നാണ് വരുന്നത്. പക്ഷേ തനിയാണ് അവർ ഇവിടെ നിൽക്കുന്നത്. വെൽക്കം പാർവതി ആൻഡ് മാളവിക. ഇവിടെ നിൽക്കുമ്പോൾ എന്ത് തോന്നുന്നു? വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ. അതെ, പിന്നെ സാറിനെ കണ്ടതിലും വളരെ സന്തോഷമുണ്ട് വിനോദ് കുമാർ സാർ. സിനിമയിൽ മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. ഓഹോ, അങ്ങനെയാണോ? എനിക്കും വളരെ സന്തോഷമുണ്ട് നിങ്ങളെ കണ്ടതിൽ. വെൽക്കം ടു അവർ മിനി ബോസ് ഷോ. നിങ്ങൾക്ക് ഇനി മിനി ബോസ് വീട്ടിലേക്ക് പോകാം. മിനി ബോസ് വീട്ടിലേക്ക് സ്വാഗതം. അടുത്തതായി നമുക്ക് വിളിക്കാം വാസു. ഹായ് വാസു, വെൽക്കം. വാസിനും മിനി ബോസ് ഹൗസിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഹൗസിലേക്ക് കയറാം. ശരി മോനെ, വിജയിച്ചു വാ. അടുത്ത ആള് ശ്വേത. വെൽക്കം ശ്വേത, വെൽക്കം. ശ്വേതയ്ക്കും മിനി ബോസ് ഹൗസിലേക്ക് സ്വാഗതം. അടുത്തതായി മീനു. അടുത്തതായി മീനാക്ഷി. വെൽക്കം മീനാക്ഷി. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം ബാക്കി മത്സരാർത്ഥികളുമായി ഹൗസിൽ കാണാം. ചേച്ചി നോക്കിയേ, എന്ത് വലിയ വീടാണേ. ആടി കണ്ടിട്ട് ഇത് സൂപ്പറാ. എന്നാ പൊളിക്കാൻ കുറെ സമയം എടുക്കും. ഇവനെക്കൊണ്ട് ഞാൻ തോറ്റ്. അല്ല, ആരാ വരുന്നേ? എടീ, ഇവന്മാർക്ക് സെലക്ഷൻ കിട്ടിയോ? ഹായ് ബാബു, ഞാനിവിടെ കണ്ടില്ലായിരിക്കും. ഹായ് വാസു, ഞാൻ വൈക്കുവാ. അയ്യോ മീനു, നീയുണ്ടോ? അയ്യോ, എനിക്ക് നല്ല സന്തോഷായി. അയ്യോ, ഇനി സമാധാനായി. നമ്മുടെ ഗ്യാങ് എല്ലാം ഉണ്ട്. സന്തോഷം. ഇതിപ്പോ എല്ലാരും ഉണ്ടല്ലോ. അടി ഇതിലെന്താ ഒരു കുയിമ? അടിച്ചു പൊളിക്കാറോ നമുക്ക് വെക്കേഷൻ. അതെ അതെ. അപ്പൊ ഞാൻ ഈ പീക്കറി പിള്ളേരോട് എന്ത് ചെയ്യാനാ? എനിക്ക് മാത്രം ആരും കൂട്ടില്ലല്ലോ. ചേച്ചി വിഷമിക്കണ്ട. ചേച്ചിക്ക് വേണ്ടി ആരോ എവിടെയോ ജീവിച്ചിരിപ്പുണ്ട്. ഒടുന്നടിയെത്ത് സമയമാവട്ടെ അങ്ങോട്ട്. എന്റെ പൊന്നു വാസു, നീ വീട് തൊട്ട് തുടങ്ങിയതാ. ഇനിയെങ്കിലും ഈ വായൊന്ന് അടച്ചു വെക്കണ്ട കുഞ്ഞേ. ചേച്ചിയുടെ ഒരു കാര്യം. അല്ല ചേച്ചി, ദേ നോക്കി ആരാ വരുന്നേന്ന്. ടോവി. ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ ഒരാള് വരുമെന്ന്. അതെ, എങ്ങനെ ഇരിക്കും? ഓ അങ്ങനെ. അതേടാ രക്ഷപ്പെട്ട്. എന്റെ കൂടെ ഒരാളെങ്കിലും ഉണ്ടല്ലോ. ആഹാ, എല്ലാരും ഉണ്ടല്ലോ. ഹായ്. ഞാനിപ്പോ നിന്നെപ്പറ്റി വിചാരിച്ചോളാടി. എന്റെ മുത്ത് വന്നില്ലല്ലോ. ഞാൻ അതല്ലേ ഇനി എത്തിയ ചങ്കേ. നിന്റെ ഒരു കുറവും കൂടി ഉണ്ടായിരുന്നു. തകഞ്ഞു. ഹായ്, ഞാനുണ്ട്. ഇവളും ഉണ്ടോ? ഇപ്പൊ എല്ലാരും ഉണ്ടല്ലോ. സ്കൂൾ ഫുള്ളും ഉണ്ടല്ലോ ഇവിടെ. അതാ ഞാനും അറിയിച്ചേ. ഹലോ, ഞാനുണ്ട് കേട്ടോ. ഓ, ഇവനും ഉണ്ടോ? എല്ലാരും ഹൗസിന്റെ അകത്തോട്ട് കയറി പോകേണ്ടതാണ്. ബാക്കിയുള്ളവർ നാളെ എത്തും. നമ്മളെ വേറെ വേറെ ടീമാക്കുമെന്നാ കേട്ടത്. ഏത് ടീമായാലും അവസാനം നമ്മൾ ഒന്നിച്ചാവും. അതെ, നമ്മുടെ ഈ ഫ്രണ്ട്ഷിപ്പിനെ തകർക്കാൻ ആർക്കും പറ്റില്ല. ഇനിയും കുറെ പേര് വരാനുണ്ട്. എത്ര ഇപ്പൊ തന്നെ കുറച്ച് പേര് വന്നു. എപ്പ തീരുവല്ലോ. ചുരുക്കത്തിൽ സ്കൂൾ ഫുള്ള് ഇവിടെ ഉണ്ടല്ലോ. പലരും നമ്മളെ തമ്മിലടിപ്പിക്കാൻ എന്തേലൊക്കെ കൊണ്ടുവരും. നമ്മൾ ഒരിക്കലും അങ്ങനെ തമ്മിലടിക്കരുത്. നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കണം. അതെ അത് ഉറപ്പാ. എല്ലാവരും ഓരോ ടീം തിരിഞ്ഞ് മാറേണ്ടതാണ്. ഒന്ന് സംസാരിക്കാൻ കൂടി സമയമില്ലല്ലോ. നിങ്ങൾ ഇവിടെ നിൽക്കുമായിരുന്നോ? ഞാൻ എവിടെയൊക്കെ നോക്കി. ഞാൻ എല്ലാവരോടും സംസാരിച്ച് നടക്കുമായിരുന്നു. ദേടാ, എല്ലാവരും ടീം തിരിഞ്ഞ് മാറണമെന്ന്. ഞാൻ എല്ലാവരും ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. എല്ലാവരും ഇങ്ങോട്ട് വരും. സന്തോഷം. ഹലോ. നീ എത്തിയാ? അവിടെ നിൽക്ക്. എല്ലാവരും എത്തിയാ? ഇല്ലടാ, ഇറക്കാം. ഇനിയും കുറെ പേരുണ്ട്. നീ അവിടെ അടങ്ങിയിരിക്കും. ടോബി ഇങ്ങോട്ട് വന്നില്ലേ? ഞാൻ എന്താ എത്തിപ്പോയി.
ആ ഇപ്പൊ എല്ലാരും ആയെന്ന് തോന്നണം. എല്ലാരും കൂടി ഒരു ലീഡറിനെ തിരഞ്ഞെടുക്കേണ്ടതാണ്. അത് ഞാൻ തന്നെ, ഒരു സംശയമില്ല. ഒന്ന് പോടാ, മുതിർന്നവരാരെങ്കിലും ആവട്ടെ. അതെ അതെ, ഞാൻ മുതിർന്നടി. മിണ്ടാതിരുന്നോ. എന്റെ അഭിപ്രായത്തിൽ മാളിച്ചേച്ചി തന്നെ ആയാൽ മതി. അതെ മാളു ചേച്ചി. അതെ ചേച്ചി മതി ചേച്ചി. ശരി ശരി, ഞാൻ സമ്മതിച്ചു. നമുക്ക് 3 ടീമായിട്ട് മാറാം. കിച്ചൺ ടീം, ക്ലീനിങ് ടീം ആൻഡ് ബാത്റൂം ടീം. ഇതൊക്കെ കിച്ചൺ ടീമിലുണ്ട്. അവരൊരു സൈഡിലോട്ട് മാറി നിൽക്ക്. ഞാൻ കിച്ചൺ ടീം. ഞാനും കിച്ചൺ ടീം. ഞാൻ ക്ലീനിങ് ടീം. ഞാനും ക്ലീനിങ് ടീം. ഞങ്ങൾ 3 ബാത്റൂം ടീം. ഓക്കെ, കിച്ചണിൽ കുറച്ച് ആൾ വേണം, അതുകൊണ്ട് ഞാനും കിച്ചൺ ടീമിൽ ചേരുന്നു. ഞാനും ക്ലീനിങ് ടീമാണ്. പാർവതി, ഞാനിവിടെ കിടന്നോട്ടെ? ഇവിടെ ശ്വേതയുണ്ടല്ലോ. സാരിയില്ല, ഇന്നൊരു ദിവസം കിടന്നു. താങ്ക് യു. പാലിന്റെ മണം പോലും അറിയത്തില്ല. എടുത്ത് താഴോട്ടിടും ഞാൻ, പറഞ്ഞേക്കാം. അയ്യോ, ഇത് വലിയ കുരിശായല്ലോ. ഇതെന്താ കരച്ചിലും പോലൊക്കെ? ചേച്ചി എന്താ വാസു, നമ്മളെ കിച്ചൺ ഡ്യൂട്ടി അല്ലേ? എന്തൊക്കെയാ ചെയ്യണ്ടേ? ഓ അതായിരുന്നോ? ചേച്ചി ഇല്ലടാ, നീ പെട്ടെന്ന് വന്ന് വിളിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയതാ. നമ്മൾ കിച്ചൺ ഡ്യൂട്ടി ആയതുകൊണ്ട് ഇവർ ഫുഡ് കൊണ്ടുവരും. നമ്മളത് എല്ലാവർക്കും എടുത്ത് കൊടുക്കണം, പ്ലേറ്റ് കഴുകണം. പിന്നെ നമുക്ക് മാഗി ഉണ്ടാക്കാനും മുട്ട പൊരിക്കാനും മാത്രമേ അനുവാദമുള്ളൂ. കാര്യം നമ്മൾ ചെറിയ പിള്ളേരല്ലേ. അത് പൊളിച്ച് കാര്യമായിട്ട് പണിയൊന്നുമില്ലല്ലേ? ഇതൊക്കെ തന്നെ വലിയ പണിയാ വാസു. ഓ സമാധാനം. ചേച്ചി വിശന്നിട്ട് കണ്ണു കാണാൻ മേല. ഫുഡ് ഇപ്പൊ വരുവാടാ. ചേട്ടാ പൊന്നോ, ഇവനോ? എന്താടാ? എന്റെ ചേച്ചി ഒന്നും പറയണ്ട. ഇന്നലെ ഒരു പോളൊക്കെ ഉറക്കിയിട്ടില്ലേ ചെറുക്കൻ. എന്റെ കരച്ചിലും ബഹളവും കഥ പറയണം. എന്റെ പൊന്നോ, എന്റെ തല. എന്നിട്ടോടാ വെളുപ്പിന് എന്തോ ഒന്ന് ഉറങ്ങി, അത്ര തന്നെ. ആ ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഫുഡ് ആയിട്ടില്ലടാ, ആവുമ്പോ വിളിക്കാം. നീ ബാത്റൂം ടീമിലല്ലേ, അതുകൊണ്ട് അവിടെ പോയി ക്ലീൻ ചെയ്യണം. അതാട്ടോ. എന്തൊക്കെ പരിപാടിയാ. ആ ഫ്ലോ അങ്ങ് പോയി. ഓ അടുത്തത് എന്താ ചേച്ചി? അടുത്തത് ഒന്നുകൂടി, അടുത്ത ഫുഡ് വരുമോ അത് കഴിക്കാന്ന്. ആ അതായിരുന്നോ? പാറു, നേരത്തെ എണീക്കാൻ പഠിച്ചോ? എണീറ്റ് പോയി ചേട്ടാ, ഇന്നലെ ഒട്ടും ഉറങ്ങിയിട്ടില്ല. ആ 2 എണ്ണം കൂടി എന്ത് ബഹളായിരുന്നോ. പാവം മാസം, അവരിപ്പോ പറഞ്ഞേ ഉള്ളൂ. ചേച്ചി കുഞ്ഞി അമ്മേനെ കാണാൻ തോന്നുന്നു. ആണോ? കുഞ്ഞിന് അമ്മേനെ കാണാൻ തോന്നുന്നോ? ഈ ആഴ്ച ചേച്ചി എലിമിനേറ്റ് ചെയ്ത് വിടാട്ടോ. ചേച്ചി എന്തുവാ? അതമ്മ വീട്ടിൽ പോയിരിക്കാലോ. ഞാൻ ജയിക്കാനാ വന്നത്, അല്ലാണ്ട് ചേച്ചിനെ പോലെ. എന്നെ പോലെ പറയടി, ബാക്കി പറയടി. നീ പറഞ്ഞാൽ കുറച്ച് കൂടി പോകും. ഇപ്പൊ വേണ്ടെന്ന് ഓർത്തിട്ടാ. നീ പറഞ്ഞിട്ട് പോയാ മതി. എന്ത് പറയാനാണ്? ഒന്നങ്ങ് വെച്ചോണ്ടല്ലോ വാറോ. അടിച്ചു നോക്ക്, അപ്പൊ തന്നെ ചേച്ചി ഇവിടെ ഔട്ടാ. പൊന്നോ, രണ്ടും കൂടി തുടങ്ങിക്കോ. കേട്ടോ. അല്ല ടോബിച്ചേട്ടാ, ഈ ചേച്ചി പറയുന്നത് കേട്ടോ. ഒക്കെ ടോബിച്ചേട്ടൻ നോക്കിക്കോളാന്നേ. പാറു വെക്കോ. ടോബിച്ചേട്ടൻ പറഞ്ഞുകൊണ്ട് മാത്രം ഞാനിപ്പോ പോകുന്നു. ഇല്ല നീ ഇപ്പൊ എന്നെ തിന്നേന. ഒന്നും മിണ്ടാണ്ടിരിക്കും ആളോ. എനിക്ക് തന്നെ സെലക്ഷൻ കിട്ടിയാൽ വന്നാൽ മതിയായിരുന്നു. ആ ചേച്ചിയുടെ കൂടെ വരേണ്ട ഒരു കാര്യമില്ല. മനുഷ്യന്റെ മൂഡ് മൊത്തം മാറി. ഈ ചേച്ചിക്ക് എങ്ങനെ സെലക്ഷൻ കിട്ടിയെന്തോ. എത്രയും പെട്ടെന്ന് ഔട്ടായി പോയാൽ മതിയായിരുന്നു. സമാധാനം കിട്ടിയത് എന്ത് ഷോയാണ്. ഒന്നുമില്ല ആസിച്ചായ, എനിക്ക് നല്ല ദേഷ്യം വന്നിരിക്കുക. എന്നാ പറ്റിയടി? നീ കാര്യം പറ, ആസിച്ചായം പരിഹരിച്ചു തരും. എന്നാ പറ്റാനാടാ? ആ ചേച്ചി വെറുതെ ഷോ കാണിക്കുക. ഓ അതായിരുന്നോ? ചേച്ചി പാവാണല്ലോ, പിന്നെന്താ? ചെറുക്ക പൊക്ക. നീ എന്റെ സൈഡാണോ ചേച്ചിയുടെ സൈഡാണോ? അയ്യോടി സോറി, എന്റെ മുത്തിന്റെ സൈഡല്ലേ.
നീ പറയുന്നതാ ശരി. ചേച്ചി ഷോ തന്നെയാ. നിനക്കത് മനസ്സിലായില്ലേ? ആടി വാസിച്ചായത് മനസ്സിലായി. എനിക്കങ്ങ് ദേഷ്യം വന്നിട്ട് വരാം. എന്നാ ഞാൻ നിന്നോട് വേറൊരു കാര്യം കൂടി പറയാം. എന്താടാ? അത് പിന്നെ നീ ചേച്ചിയോടൊന്നും ചോദിക്കരുത് കേട്ടോ. എനിക്ക് ചിലപ്പോൾ തോന്നിയതായിരിക്കും. എന്ത്? വാസിച്ചായനെ ചിലരൊക്കെ കണ്ട്. എന്ന് കണ്ടു എന്നാണ്? നീ ഒന്ന് തെളിച്ചു പറ. ഒന്നാമത് മനുഷ്യൻ ദേഷ്യം വന്നിരിക്കുക. എടീ, നമ്മുടെ മാളി ചേച്ചിയും ടോബി ചേട്ടനും തമ്മിൽ ഡിങ്കോൾഫി ഉണ്ടോന്നൊരു സംശയം. എന്താണ് നീ പറയുന്നത്? അവര് നല്ല ഫ്രണ്ട്സാ. ഞങ്ങൾ കുട്ടിക്കാലം മുതലേ ഫ്രണ്ട്സാ. അതല്ലേ ഇന്ന് ഞാൻ ചേച്ചിനെ കിച്ചണിൽ വെച്ച് കണ്ട്. അവര് കൈ പിടിച്ച് നിൽക്കുന്നത്. അപ്പൊ ഞാൻ ചേച്ചിനെ വിളിച്ചപ്പോഴേ ചേച്ചി ഞെട്ടിപ്പോയി. അപ്പൊ പിന്നെ ഞാൻ വിഷയം മാറ്റിയടി. ഞാൻ അതിലോട്ടൊന്നും പോയില്ല. എടാ, ഇത് നാട്ടുകാരൊക്കെ കാണും. നീ മിണ്ടാണ്ടിരിക്കേ. ഞാൻ അങ്ങനെ പെണ്ണെങ്കിൽ തന്നെ ഒന്നും ഇപ്പൊ മിണ്ടണ്ട കേട്ടല്ലോ. ആ ശരി ശരി, നിന്റെ ഒരു അറിവിലേക്ക് പറഞ്ഞതേ ഉള്ളൂ. എന്റെ ചങ്കല്ലേടി നീ. ഞാൻ ഇതിനെ കുറിച്ചൊന്ന് പഠിക്കട്ടെ. പഠിക്കണൊക്കെ കൊള്ളാം. ചേച്ചിയുടെ കയ്യിൽ പൊട്ടീര് വാങ്ങിക്കൊണ്ട് വന്നേക്കരുത്. നിന്റെ ഒരു കാര്യം. ഇവനോ? എന്താടാ? പറഞ്ഞു തോലട്ടൊന്ന്. എടാ പാവണ്ടടാ. നീ എന്തിനാ ദേഷ്യപ്പെട്ടത്? എന്റെ പൊന്നോ, ദേഷ്യപ്പെട്ടതൊന്നുമില്ല. ഞാനേ പേടിച്ചതാ. നീ എന്തിനാണ് അവനെ പഠിക്കണേ? അവൻ ആ ഇത്രയുള്ളൂ. എടീ, നിനക്കിവനെ അറിയാൻ പാടില്ലാത്തോണ്ടാ. മനുഷ്യന്റെ ഉറക്കം കഴിഞ്ഞ് രാവിലെ തൊട്ടായിട്ട് തല വരുത്തിരിക്കുക. പറയടാ നീ. എന്തിന്? നിന്റെ ഭാഗത്ത് മാത്രമേ തെറ്റുള്ളൂ കേട്ടല്ലോ. എടാ പോടാ, പോയി നിന്റെ പണി നോക്കടാ. സബാഷ്. എന്റെ പൊന്നു മോനെ, നീ ചെല്ല്. ചേട്ടൻ അങ്ങോട്ട് വരാ. എന്റെ അമ്മേ, എന്റെ ജീവിതത്തിലുണ്ടായിട്ടില്ല ഇതുപോലൊരു കുരിശ്. മനസ്സിലായേ? ആണെങ്കി എന്റെ പൊന്നോ, ഇപ്പൊ തന്നെ ഷോ പൂട്ടിക്കുവൻ. അയ്യോ അയ്യോ. മര്യാദ ബ്രോക്കോ, ഇല്ലെന്ന് എന്റെ നല്ല അടി നിനക്ക് കിട്ടും. ആ അടി എന്താ കേട്ടിട്ടില്ലേ? എടാ, വാസിച്ചേട്ടൻ പാവല്ലേടാ. നമ്മുടെ വാസിച്ചേട്ടനല്ലേ. വാസിച്ചേട്ടൻ ആരും തല്ലൂല കേട്ടോ. അതെ, വാസിച്ചേട്ടൻ എപ്പോഴും അങ്ങനെയാ, തമാശ പറയും. ഇവന് എന്ത് തേങ്ങയാ പറയുന്നത്? ആ ശരിയല്ലേ. പിന്നെ ഈ മീൻ ബോസിന്റെ അടുത്ത് അടിച്ച് ഇടിച്ച് എന്നൊക്കെ പറഞ്ഞ ചേതാണല്ലോ, ആദ്യം നിങ്ങൾ എടുത്തിട്ട് അറിയും. ആ ശരിയല്ലേ. രാവിലെ അല്പം മൂട് മാറിയെങ്കിലും തെളിഞ്ഞു വരുന്നുണ്ട്. മനുഷ്യനെ നല്ല ജീവൻ പോയി. അയ്യേ, പേടിച്ചേ. കൊല്ലുവോ? മനുഷ്യനെ കൊല്ലുവോ? എന്റെ മീനൂട്ടി ചത്തില്ലെന്നേ ഉള്ളൂ. എന്താ നാടി ഇവിടെ ക്ലീനിങ് കഴിഞ്ഞ? ഒന്നും കാണുന്നില്ലല്ലോ. എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട്. എന്താണ് എവിടെ ഒരു ബഹളമൊക്കെ? ശരി, എവിടെയായിരുന്നു? ഒന്നും പറയാനില്ല, കുറച്ച് പണിയിലായിപ്പോയി. നമ്മുടെ ഗ്യാങ്ങിനെ കാണാൻ കിട്ടുന്നില്ല. എല്ലാരും കൂടി ഒന്ന് ഒത്തുകൂടിയിട്ട് വേണം ഇതെന്റെ വർത്താനം പറയാൻ. അതെ എന്താടോ ഇവിടെ എന്നെ വിളിക്കാണ്ട്? എന്റെ പൊന്നോ, ആരും വിളിച്ചിട്ടില്ല. എല്ലാരും തന്നെ വലിഞ്ഞേറി വന്നേക്കുന്ന. ഞാനങ്ങ് പേടിച്ചു പോയി. എല്ലാരും ഉണ്ടല്ലോ. എന്താ എല്ലാരും കാണാണ്ട് പഠിച്ചോണ്ട് വന്നേക്കുവാണ്. മനുഷ്യനെ സൗകര്യം കിട്ടാൻ. എന്താ വാസിച്ചായ? ഒന്നുമില്ലടി, എല്ലാരും ഒരേ ചോദ്യം തന്നെ ചോദിക്കണം. അങ്ങനെ
ഈ പിള്ളേരെ ഇങ്ങോട്ട് വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? അയ്യോ, എന്തൊരു ആകാംക്ഷ. പഠിത്തം അടുത്തില്ലല്ലോടി ഒന്നും. പറ വാസിച്ചായ അങ്ങോട്ട്. അത് പിന്നെ നമ്മുടെ അമ്മിണി വളവിന്റെ ഒരു രഹസ്യമില്ലേ, ഹലോ ഗൈസ്, എന്താ പരിപാടി? പരിപാടിയൊന്നുമില്ല, നീ ഒന്ന് നോക്കേ. ഞങ്ങൾക്ക് കുറച്ച് രഹസ്യങ്ങൾ പറയാനുണ്ട്. ഞാനോട് കേക്കട്ടെന്നേ, പറയുന്നേ. നിന്നോട് പറയാൻ പറ്റിയതൊന്നുമില്ല, വിട്ടോ വിട്ടോ. എന്തിനാണ് അവനെ പറഞ്ഞ? അവൾക്ക് വിഷമായി കാണൂലേ? പിന്നെ എല്ലായിടത്തും അവള് വലിഞ്ഞേറി വന്നിട്ടല്ലോ, എനിക്ക് തീരെ പിടിക്കുന്നില്ല. എന്നാലും അങ്ങനെ പറയണ്ടായിരുന്നു വാസു. അതെ, സാരിയില്ല, എനിക്ക് എന്തോ പോലെ അവളെ കാണുമ്പോ. ഇതിറ്റങ്ങൾ എന്താണ് ഈ പറയണേ? കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം. ഈ കാര്യം പറ വാസു. ഈ അമ്മിണി വിളവിന്റെ കഥയെ അതങ്ങ് പറഞ്ഞാലോ ഇവിടെ? നമുക്ക് എന്തായാലും അടികിട്ടാനൊന്നും പോണില്ല. നമ്മളെ ഒരു നല്ല കാര്യമല്ലേ ചെയ്തേ, അത് നമുക്ക് ആലോചിക്കുന്നുള്ളൂ കേട്ടോ. അതെ അതെ, ഇനിയിപ്പോൾ അത് ആരോടും പറയാൻ നിൽക്കണ്ട. പറയുമ്പോൾ എല്ലാം കൂടി കൂട്ടി ഒരുമിച്ച് പറഞ്ഞാൽ മതി. അതെ, ഇനി ഒന്നും രണ്ടും പറഞ്ഞ് വേറെ കഥയാക്കേണ്ടത്. ഇവറ്റകൾ ഇത് എന്തിൻ്റെ കഥയാണ് പറയണേ? ഇവറ്റകളൊക്കെ നല്ല കൂട്ടാണല്ലോ. എല്ലാത്തിനും പിരിച്ചു കൊടുക്കണം, എങ്കിലേ ഒരു സമാധാനമുള്ളൂ. ആ, അങ്ങനെയെങ്കിൽ അങ്ങനെ പാടി, നമുക്ക് ആ മരത്തെ ഇരിക്കാം. അയ്യോ, ഇങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ. പോയേക്കാം പോയേക്കാം. ആരാ ഈ മരം മുറിച്ചത്? ഒരു മരം മുറിച്ചാൽ 100 മരം നടണമെന്നല്ലേ? നീ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നേ? പറയട്ടടി, വന്നിട്ട് കുറച്ച് ദിവസമായില്ലേ? ഞാൻ എൻ്റെ അമ്മൂമ്മേനെ പറ്റി ആലോചിക്കുമായിരുന്നു. ചോടാ, എന്തിയാടാ? ഒന്നുമില്ലടി, ഞാനും അമ്മൂമ്മയും നല്ല കൂട്ടാ. അത് ഞങ്ങൾക്കറിയാലോ. നമുക്ക് ദിവസവും മധുരമുള്ള എന്തെങ്കിലും കഴിക്കണം, ഞാനാ വാങ്ങിക്കൊടുക്കാറ്. അറിവിൻ്റെ അച്ഛനെ അമ്മേനെ ഏൽപ്പിച്ചിട്ടല്ലേ പോന്നെ, പിന്നെ നീ എന്തിനാ വിഷമിക്കുന്നേ? അതൊന്നുമില്ലടി. ഞാൻ നിന്റെ പപ്പേനെയും അമ്മേനെയും ഒന്നും ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, അവരെന്താ വരാത്തെ? എന്തോ പപ്പയ്ക്കാണെങ്കിൽ എന്നെ ഇഷ്ടമല്ലടി. എനിക്ക് വെറുതെ തോന്നുന്നതായിരിക്കും വാസു. ഇല്ലടി, പപ്പ എന്നും വന്ന് മാർക്കൊക്കെ കുറഞ്ഞ് എന്നെ തല്ലും. ഞാനെങ്കിൽ എന്നെ എങ്ങും കൊണ്ടുപോകത്തൊന്നുമില്ല. വെക്കേഷന് ഫുൾ വേറെ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ ചേർക്കും. ഇത്തവണയാടി എനിക്കൊരു സമാധാനം കിട്ടിയേ. അപ്പൊ പപ്പ അറിഞ്ഞില്ലേ ഇങ്ങോട്ട് വന്നത്? ഇല്ലടി, അറിഞ്ഞില്ല. ഞാനേ സമ്മർ ക്യാമ്പിന് പോവാന്ന് പറഞ്ഞില്ലേ വന്നത്. നീ നിന്റെ അമ്മയോട് പറഞ്ഞില്ലേ? എടി ശേരേ, എന്റെ അമ്മ ഗൾഫിലാടി. ഞാൻ കുഞ്ഞായിരിക്കുമ്പോ എന്തോ പോയതാ. വല്ലപ്പോഴും ഒക്കെ വിളിക്കും, അത്രേ ഉള്ളടി. അല്ലാണ്ട് എന്റെ കാര്യത്തിൽ ഇടപെടാനൊന്നും അമ്മ നിൽക്കാറില്ല. ഇപ്പൊ അമ്മക്കും എന്നെ ഇഷ്ടമല്ലടി. അങ്ങനെയൊന്നും ആയിരിക്കില്ല, നിന്നെ എല്ലാവർക്കും ഇഷ്ടം. നിനക്കപ്പോ സിബ്ലിങ്സ് ആരും ഇല്ലേ? അതേടി, തികളൊക്കെ അല്ലേ? തികളൊക്കെ ഉണ്ടല്ലേ എനിക്ക്? കരയിപ്പിക്കാതെ വാസു, ഞങ്ങളൊക്കെ ഉണ്ടടാ നിനക്ക്. എനിക്കറിയാടി തികളൊക്കെ ഉണ്ടെന്ന്. ഇവിടെ എനിക്ക് എന്ത് സന്തോഷമാണെന്ന് നിനക്കറിയാവോ? എന്റെ ഏറ്റവും ബെസ്റ്റ് വെക്കേഷൻ ഇതായിരിക്കും, എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ അറിയാടാ, നമ്മളിത് അടിച്ചു കളിക്കും, നീ വിഷമിക്കണ്ട. വിഷമൊന്നുമില്ലടി, അതായത് ഇതൊക്കെ കഴിഞ്ഞേ വീട്ടിൽ പോയി നല്ല കീറ് കൊള്ളണല്ലോ എന്ന് ആലോചിച്ചിട്ടൊരു വിഷമം. ഞങ്ങളൊക്കെ പറയാടാ, നിങ്ങൾ അവരൊന്നും ചെയ്യില്ല. എന്നെ അടിക്കാൻ നിങ്ങൾ എല്ലാവരും അടിക്കാൻ ഞാൻ പറയും, അത്ര തന്നെ. അടി വഞ്ചേക്ക് അവിടുന്ന് അടി പതി സെഡിയൊക്കെ. എല്ലാവരും നമ്മളെ കാത്തിരിക്കാം, നമുക്ക് പോയി എന്തേലും കാര്യമായിട്ട് കഴിക്കാം. എന്താന്ന് അടിയുന്നു തിന്നാൻ? ചിക്കൻ പൊരിച്ച് കൂടാ. എന്റെ പൊന്നോ, അമ്മൂമ്മ ഇത് കണ്ട് കൊതി വിടാണ്ടിരുന്നാ മതി. വാടാ വാടാ, നമുക്ക് പോവാം. നടാ അങ്ങോട്ട്. ചേച്ചി ചേച്ചി, എന്നാടി ചേച്ചി? അച്ചോടാ, എന്നാ പറ്റിയേ? എനിക്ക് അമ്മ ഉണ്ടാക്കുന്ന മീൻ പൊരിച്ചതും ചോറൊക്കെ കഴിക്കാൻ തോന്നുന്നു ചേച്ചി. അയ്യോ, അതായിരുന്നോ? സാരിയില്ല കേട്ടോ, നമുക്ക് ഇവിടുന്ന് ജയിച്ചിട്ട് ചെല്ലുമ്പോൾ കഴിക്കാമല്ലോ. ചേച്ചി, ഇവിടെ എന്താ ഇങ്ങനെ? നമുക്ക് ഇഷ്ടമുള്ളതൊന്നും തന്നില്ലല്ലോ ഇവര്. അയ്യോടാ, നമുക്ക് നോക്കാട്ടോ. ശരി. എന്നിട്ടോ മോനെ? എല്ലാവരും ഇപ്പം ഇങ്ങോട്ട് വരും. വരൂടാ, എല്ലാവരും വരും ഇപ്പൊ. കണ്ണിക്കാരട് എന്തേ? അതെ, ഞാൻ എടുത്ത് കളഞ്ഞോളാം. അവൻ ചെല്ല്. ആറു, എന്താടി നിനക്ക്? അവൻ പാവല്ലേ, മര്യാദ സംസാരിക്കും. ഇവന്റെ സ്വഭാവം ചേച്ചിക്ക് അറിയാൻ പാടാത്തോണ്ടാ താന്നു കൊടുത്താൽ തലയെ കയറുവേ. ഒന്നുമില്ലേ? എന്നെ പറ്റി? ഒന്നുമില്ല ചേച്ചി, വെറുതെ നിന്നതാ. ഞാൻ വിചാരിച്ചു പാറ കരിയാന്ന്. അല്ലട്ടോ. ഓ, ഇവറ്റകൾ എപ്പോഴും ഒരുമിച്ച് നടക്കണേ, എങ്ങനെയെങ്കിലും കുത്തിത്തിരിച്ചേ പറ്റും.
ശ്വേത എവിടെയായിരുന്നു? ഞാനും വാസും കൂടി അപ്പുറം ഉണ്ടായി. എല്ലാവരും ലിവിംഗ് ഏരിയയിൽ ഒത്തുകൂടേണ്ടതാണ്. എല്ലാവരും വന്നു മിനി ബസ്. ഓക്കേ, നിങ്ങളെ വിളിച്ചു നിർത്തിയത് വേറെയൊന്നുമല്ല, നമ്മുടെ വീട്ടിലോട്ട് രണ്ടുപേരും കൂടി വരികയാണ്. Welcome to Michael and Mercy. അയ്യോ, നേരാണല്ലോ. ഹായ്. പാല് നേരത്തൊന്നും അല്ല. അതെ അതെ, ഇനിയിപ്പോ എന്താകും എന്തോ. മനുഷ്യൻ ചത്തോടെ. എവിടെ മേസി? എവിടെ മേസി? എടി മുത്തേ, എത്ര നാളായി? എന്റെ പൊന്നോ, ഇവനിവിടെ ഉണ്ടായിരുന്നോ? ഈ വാസുച്ചയൻ കാത്തിരിക്കുവായിരുന്നടി, നീ വരുമെന്ന് എനിക്കറിയായിരുന്നു. പോടാന്ന്, നമുക്കിനി അടിച്ചു കളിക്കാടിയടാ. എല്ലാരും ശ്രദ്ധിക്കുക, ഒരു ദുഃഖവാർത്തയുണ്ട്. ഈ ഷോ ഇവിടെ നിർത്തുകയാണ്. വെള്ളക്ഷാമം മൂലമാണ് നിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളുടെ ലാസ്റ്റ് ഡേ ആണ് ഈ വീട്ടിലെ. നാളെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലോട്ട് തിരിച്ചു പോകാം.